ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയോ എഴുതിയത്? The machine used to check heart rate in the patient. Next question. Expand MDT. Capital letters എഴുതാം കേട്ടോ. Expand MDT. Expanded form എന്താ? Mobile Data Terminal. Answer എഴുതാം. Mobile Data Terminal. Okay. Next question. Common colors for for ambulance, warning beacons are dash. Common colors for ambulance, warning beacons. Ambulance warning beacons are dash. ഏതൊക്കെ കളേഴ്സ് ആണ് ആംബുലൻസിനെ വാർണിംഗ് ബീക്കൺസിൽ ഉപയോഗിക്കുന്നത്? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളറുകൾ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് അവിടെ. ഏതൊക്കെയാ? ബ്ലൂ ഉപയോഗിക്കാം, റെഡ്, ആംബർ, AMBER, ആംബർ, and white. Okay. Next question. A person who reaches first. A person who reaches first at the scene of an incident. A person who reaches first at the scene of an incident. Person പറയുന്ന പേരേതാ? A person who reaches first at the scene of an incident. First responder. Okay, very good. First responder. Next question. Expand CPR. CPR. Expanded form. CPR. Expanded form എന്താ? Cardio pulmonary resuscitation. Cardio pulmonary resuscitation. 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 Next question.
Emergency care assistant, emergency care assistant, emergency care assistant job, assistant job is to help, is to help, is to help dash, is to help the dash. Emergency care assistant job is to help the dash. ആരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് എന്നുണ്ട്, അല്ലാതെ നമ്മൾ പറഞ്ഞല്ല സെയിം സെന്റൻസ് തന്നെ എടുക്കേണ്ട. ആരെ ഹെൽപ്പ് ചെയ്യാണ്? എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ, ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിനെയോ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അവർക്കുടെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഓക്കെ, ജോബ് ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കണം കേട്ടോ. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്, ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. Next question. Nurses may, M-A-Y, nurses may also work on ambulance. Nurses may also work on ambulance for dash transport. Nurses may also work on ambulance for dash transport. എങ്ങനെയുള്ള ട്രാൻസ്പോർട്ടുകളാണ് ഈ ട്രാൻസ്പോർട്ടുകളിലാണ് ഈ ആംബുലൻസിൽ നഴ്സസ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. നഴ്സസ് may also work on ambulance for the critical care transport. Critical care transport. Critical care transport. Next question. Physician assistants are seen mainly in, physician assistants are seen mainly in dash countries. ഓക്കെ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഏതാണോ ഓപ്ഷൻ അത് നോക്കി ആൻസർ ചെയ്യണം. ഫിസിഷ്യൻ അസിസ്റ്റൻസ് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അങ്ങനെ ഇല്ല. കൂടുതലായിട്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഇത് കാണുന്നത്. ഓക്കെ, പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ എക്സാം വരുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് റിവിഷൻ തരും. ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അന്നേരം പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ്. ഇത് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇങ്ങനെ കുറച്ചിങ്ങനെ എന്താ പറയാ, കുറച്ചിങ്ങനെ ഇതായിട്ട് പഠിക്കാനുണ്ടെന്ന് എന്താ ഒരു എസ്സേ പോലെ ഇങ്ങനെ കൊടുത്തേക്കാണ്. ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. ഒരുപാട് അങ്ങനെ എന്താ ഒരുപാട് ടഫ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ലോണ്ട്രി ലിനൻ. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ലോണ്ട്രി എന്താ മീനിങ്? ലോണ്ട്രി എന്ന് പറഞ്ഞാൽ LAUNDRY, ലോണ്ട്രി. ലോണ്ട്രി ആരും കേട്ടിട്ടില്ല? ലോണ്ട്രി വാഷിംഗ്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ വന്നു വാഷിംഗ് ക്ലോത്ത്സ്, വെള്ളം
ഷഹാന ഒക്കെ മെസ്സേജ് ചെയ്ത് എന്താ വാഷിംഗ് എന്നുവെച്ചാൽ ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്കല്. നമുക്കറിയാലോ ഹോസ്പിറ്റലില് ഇപ്പൊ പേഷ്യന്റ് ഇടുന്ന ഡ്രസ് ആണെങ്കിലും പിന്നെ ബെഡ്ഷീറ്റുകള്, ബെഡ് കവറുകള്, പില്ലോ കവറ്, പിന്നെ അതുപോലെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്, ICUല് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഈ കോട്ടുകള്, ഡോക്ടേഴ്സ് കോട്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് പ്രോപ്പർ ആയിട്ട് അലക്കി ഒക്കെ തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ. ലിനൻ എന്ന് പറയുന്ന തുണികള് അലക്കലും കഴുകലും ഒക്കെയാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു സർവീസ്, ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ്. നമുക്കറിയാം നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഷീറ്റ് കാര്യങ്ങള്, പിന്നെ പേഷ്യൻസിന്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും മാറ്റണം അല്ലെ. നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കണം. ഒന്നരാടത്തൊക്കെ തന്നെ ബെഡ്ഷീറ്റുകളും പില്ലോ കവറും ഇതൊക്കെ മാറ്റി വിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാ? ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ റിസ്ക്, അതിന്റെ ആ ഒരു അപകടം നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്. ജേം ഫ്രീ ആക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. പല പല പോയിന്റ്സുകൾ വരുന്നുണ്ട്. പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് അല്ലെ, നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അത് വെറുതെ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ഒപ്പം ക്ലീൻനെസ് എന്ന് പറഞ്ഞതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷന് വരാതിരിക്കാനുള്ള റിസ്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മളാണെങ്കിൽ വീടുകളിൽ അലക്കല് കഴുകലൊക്കെ ഇല്ലേ, എല്ലാവരും ചെയ്യണല്ലേ. 2 നേരം കുളിച്ച് നല്ല നമ്മൾ അലക്കി വെച്ച നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ അല്ല എല്ലാവരും ധരിക്കുക. ക്ലീൻനെസ് എന്ന് പറഞ്ഞത് നമുക്ക് ഇൻഫെക്ഷനെയൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ എല്ലാം അലക്കി നല്ല നീറ്റ് ആയിട്ട് നല്ല കംഫർട്ട് ആയിട്ടൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഒന്ന് നമുക്ക് എഴുതാം. ചാപ്റ്ററിന്റെ പേര് എഴുതിക്കേ. ചാപ്റ്റർ 20, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ടറി സർവീസ് അല്ലെ, ബിനോയ് ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എന്റെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് അലക്കുന്നതെന്ന്. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ്. ലോണ്ടറി സർവീസ് ഈസ് ലോണ്ടറി സർവീസ്. ഓക്കെ, ഹെഡിങ് എഴുതിയോ നിങ്ങൾ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് എഴുതാം. നെക്സ്റ്റ് ഒരു സെന്റൻസ് ഒന്ന് എഴുതുക. ലോണ്ടറി സർവീസ് ഈസ് responsible for providing an adequate adequate, clean, 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 adequate, clean, and constant supply. Constant, 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 adequate, clean, and constant supply of linen to all users. users, അത് ഉപയോഗിക്കുന്നവര്. അപ്പൊ ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോണ്ടറി സർവീസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ആൻ adequate, clean and constant supply of linen to all users. അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും, എല്ലാ യൂസർ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റിൽ അത് ഉപയോഗിക്കുന്നവര്, അവർക്ക് വേണ്ടിയിട്ട് അഡിക്കേറ്റ് ആയിട്ടുള്ളത്, ക്ലീൻ, വൃത്തിയായിട്ടുള്ളത്, കോൺസ്റ്റന്റ്, സ്ഥിരമായിട്ടുള്ള ഒരു തുണികളൊക്കെ വൃത്തിയാക്കി അലക്കിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ ലോണ്ടറി സർവീസിനുള്ളത്. ഓക്കെ, ലോണ്ടറി സർവീസ്. അപ്പൊ ഇവിടെ ചോദിക്കാം, എക്സാമിന് ചോദിക്കാം, which of the following service അല്ലെങ്കിൽ department is responsible for providing adequate, clean and constant supply of linen to all users? ഏത് ഡിപ്പാർട്ട്മെന്റ്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഓക്കെ,
ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് വെച്ചാൽ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. എന്തായാലും ക്ലിയർ അല്ലേ നിങ്ങൾക്കത്? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യത്തിനുള്ള ഡ്രസ്സുകള്, ക്ലോത്ത് ഐറ്റംസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അത് ഫോൾഡ് ചെയ്ത് ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ. നോക്കാം. In the present day hospital, the laundry and the linen services are one of the most important supportive services. അപ്പൊ നമ്മളിപ്പോ പ്രസന്റ് ഡേയില് ഹോസ്പിറ്റൽസിൽ ലോണ്ടറി ലിനൻ എന്ന് പറഞ്ഞ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സർവീസ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഇൻഫെക്ഷനിലുള്ള റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലോത്ത് ഐറ്റംസ് ഒക്കെ വാഷ് ചെയ്ത് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻസ്. ലിനൻ എന്ന് പറഞ്ഞ തുണി, ലിനൻസ് തുണികള്, ഏതൊക്കെയാ? സ്റ്റാഫ് യൂണിഫോംസ്, സ്റ്റാഫിന്റെ യൂണിഫോമുകള്, ലാബ് കോട്ട്സ്, ലാബിലിടുന്ന കോട്ടുകളില്ലേ, ലാബ് കോട്ട്സ്, ആൻഡ് ടൈലറിംഗ് സർവീസ്. പിന്നെ എന്തെങ്കിലും കീറിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെയാണ്, പിന്നെ വാഷ് ചെയ്ത് അവരിടുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഒക്കെയാണ് ഇടുന്നത്. ടൈലറിംഗ് സർവീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ ആവശ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ലിനനുകള്, തുണിത്തരങ്ങള്, സ്റ്റാഫിന്റെ യൂണിഫോം, ലാബ് കോട്ട്, ടൈലറിംഗ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദ ഹോസ്പിറ്റൽ ലോണ്ടറി with the linen which got stained from various body fluids, that is blood, urine, fetus, etc. This type of linen needed to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. നമുക്ക് അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളൊക്കെ, ഈ ലിനനുകളൊക്കെ, അതിൽ എന്തെങ്കിലും പേഷ്യൻസിന്റെ ബോഡി ഫ്ലൂയിഡുകൾ ഉണ്ടാവാം. അതായത് ബ്ലഡിന്റെ അംശം, അല്ലെങ്കിൽ യൂറിൻ, അല്ലെങ്കിൽ ഫീറ്റസ്, അവർക്കടെ എന്താ ഫീറ്റസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മലം. അപ്പൊ ഇതൊക്കെ അടങ്ങി അങ്ങനെ ഒരു കണ്ടാമിനേറ്റഡ് ആയിരിക്കാം. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യുന്നു. അത് എന്തിനു മുന്നേ? വാഷിംഗ് മെഷീനില്ല. അപ്പൊ ഇത് ഇത്രയും ഡ്രസ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. ഇത് മുഴുവന് കൈ വെച്ചിട്ട് അലക്കാൻ പറ്റില്ല. അവിടെ വാഷിംഗ് മെഷീനിലാണ് അവിടെ അലക്കൽ ഇതൊക്കെ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടൊക്കെ ഉള്ള എന്തെങ്കിലും തുണികൾ ഉണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്? വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നത്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം? കെയർഫുള്ളി ആൻഡ് ഡെഡിക്കേറ്റ്ലി ഹാൻഡിൽ. വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി വേണം അതൊക്കെ എടുക്കാൻ. അല്ലാതെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടുമ്പോൾ ഓരോന്നും തരം തിരിച്ചിട്ടല്ലേ, സോർട്ട് ചെയ്തിട്ടല്ലേ ഇടുന്നത്. വൈറ്റ് ഉള്ള ഡ്രസ്സുകളൊക്കെ ഒരുമിച്ച്, കളറ് ഇളകുന്നതൊക്കെ മാറ്റി മാറ്റി നമ്മൾ ഓരോന്നും, പിള്ളേർക്കിടെയൊക്കെ അങ്ങനെയൊക്കെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്നത്. അതേപോലെ എന്തെങ്കിലും ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ, ബോഡി ഫ്ലൂയിഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാ തുണിയിലും അങ്ങനെ ഇടില്ല. അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊന്ന് വാഷ് ചെയ്യും. അതിനുശേഷമാണ് വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നത്. അപ്പൊ ഇതെല്ലാം കെയർഫുള്ളി ആൻഡ് ഡെലിക്കേറ്റ്, വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. വെച്ചാൽ ഒരു ഇൻഫെക്ഷന്റെ ഒരു ഇതുപോലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. എ റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. ഒരു വിശ്വസനീയമായിട്ടുള്ള, റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് അത് ഹോസ്പിറ്റലില് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന്. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാനും എല്ലാം നമ്മൾ പറയില്ലേ, ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ, അതല്ല ഏറ്റവും വലിയത് വേണ്ടത്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമ്മള് അവരുടെ പേഷ്യൻസിന്റെ ഡ്രസ്സ് ആണെങ്കിൽ എല്ലാ ദിവസവും മാറണം. ബെഡ്ഷീറ്റുകള്, ബെഡ് കവർ, ഇതൊക്കെ മാറ്റുക. അതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നീറ്റ്നെസിന്റെ ഭാഗമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് വളരെയധികം പ്രാധാന്യമുണ്ട്
A reliable laundry service is of the greatest importance to the hospital. Okay. ഇനി അതിൽ 2-3 പോയിന്റ്സ് ഇത് നിങ്ങൾ ഇത് തന്നെയാണ് കേട്ടോ. ഇനി ഫംഗ്ഷൻസിലും എല്ലാ ഒബ്ജക്റ്റീവ്സിലും ഒക്കെ ഇത് തന്നെ വീണ്ടും പല രീതിയിൽ ഈ പോയിന്റ്സുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ. ഇതൊന്നും നമ്മളൊന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസുകൾ എഴുതുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ, പോയിന്റ് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ദ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഷുഡ് പ്രൊവൈഡ് സേഫ്, ക്ലീൻ, ആംബിൾ. ആംബിൾ എന്ന് വെച്ചാൽ ധാരാളം, ആംബിൾ, AMPLE, ആംബിൾ, ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് ലിനൻ to user units of the hospital at right time, right place, right quantity and right price. Okay, അപ്പൊ ലോണ്ടറി സർവീസ് എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ് സേഫ്, ക്ലീൻ, ആംബിൾ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് ലിനൻ. എങ്ങനെയാ? സേഫ് ആയിട്ട്, വളരെ സുരക്ഷിതമായിട്ട്, ക്ലീൻ ആയിട്ട്, വൃത്തിയുള്ളത്, ആംബിൾ ധാരാളം, അതുപോലെ തന്നെ ഒരു ടൈമില് അത് ലിനൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലോണ്ടറി സർവീസ് ചെയ്യുന്നത്. അതെങ്ങനെയാ? അറ്റ് ദ റൈറ്റ് ടൈം, കറക്റ്റ് ടൈമില്, റൈറ്റ് പ്ലേസ്, കറക്റ്റ് സ്ഥലത്ത്, റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവില്, ശരിയായ വിലയില് ഒക്കെ അത് ഹോസ്പിറ്റലിലെ ആ യൂസർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്യുക. അതെങ്ങനെയായിരിക്കണം? സേഫ്, ക്ലീൻ, ആംബിൾ ആൻഡ് ടൈംലി സപ്ലൈ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റിൽ വരുന്നത്, ദിസ് ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റംസ്. ഈ ടേം, ഈ ലോണ്ടറി അല്ലെങ്കിൽ ലിനൻ എന്ന് പറഞ്ഞ ടേം എന്തിനാ? ക്ലോത്തിങ് ഐറ്റം. ലിനൻ എന്ന് പറഞ്ഞ തുണിയാണ്. ക്ലോത്തിങ് ഐറ്റത്തിനെയാണ് ഈ ടേം ഡിനോട്ട് ചെയ്യുന്നത്. It consists of all the textiles used in the hospitals, which include mattress, bed cover, bed sheet, towel, blanket, screen, curtain, doctor coat, table cover, etc. അപ്പൊ ഇതിനകത്ത് എന്നുവെച്ചാൽ ലിനൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്? ക്ലോത്തിങ് ഐറ്റത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റൈൽസ്. എല്ലാ തുണിത്തരങ്ങളും ഇതിൽ ഉൾപ്പെടും. It consists of all the textiles used in hospitals. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, പിന്നെ നോക്കിയാൽ അതിനകത്ത് ഏതൊക്കെയാ? വിച്ച് ഇൻക്ലൂഡ്സ്, ഏതൊക്കെയാ വരുന്നത്? മാട്രസ്, മെത്തകള്, ബെഡ് കവറുകള്, ബെഡ് ഷീറ്റ്, ടവല്, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടനുകള്, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ, ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിൽ ക്ലീൻ ആക്കുന്ന ഒരു ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് കോട്ടൺ. അണ്ടർലൈൻ ചെയ്തിട്ടോ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് ഡാഷ്. ഏതാ ഉപയോഗിക്കുന്ന ഏറ്റവും മുൻഗണനയുള്ളതും മോസ്റ്റ് പ്രിഫേർഡ്, മുൻഗണനയുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ കോട്ടൺ ആണ്. കോട്ടൺ മെറ്റീരിയൽ ആണ്. ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് കോട്ടൺ. ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതും ഫ്രീക്വന്റ്ലി, ഏറ്റവും വിശ്വസനീയമായിട്ട്, ഏറ്റവും എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എന്നുള്ളത്. ഫ്രീക്വന്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ. പ്രൈസ് കുറവാണ്, പക്ഷെ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തുണിത്തരമായിട്ട് ഉപയോഗിക്കുന്നത് കോട്ടൺ ഐറ്റംസ് ആണ്. കോട്ടൺ ആണ് യൂസ്ഡ് മെറ്റീരിയൽ, കോട്ടൺ ആണ്. ഓക്കെ, the most preferred and frequently used material is cotton as it is lower priced and more comfortable. Price കുറവും നമുക്കത് കംഫർട്ടബിലിറ്റി ഉണ്ട്, കംഫർട്ടബിൾ ആണ്. ഇനി നോക്കിയേ നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത്
Hospital laundry service all the linen material from different areas such as ward, operation theatre, OPD and office area where they undergo process of sorting. Sorting എന്ന് പറഞ്ഞാൽ അത് തരം തിരിക്കുക. അറിയില്ലെങ്കിൽ അതിന് മുകളിലൊന്ന് എഴുതി വെച്ചോട്ടോ. തരം തിരിക്കുക, സോർട്ടിങ്. വാഷിംഗ്, വാഷിംഗ് അറിയാലോ, കഴുകുക. എക്സ്ട്രാക്റ്റിംഗ്, എക്സ്ട്രാക്റ്റിംഗ് എന്ന് വെച്ചാൽ വേർതിരിച്ചെടുക്കുക. എക്സ്ട്രാക്റ്റിംഗ്, വേർതിരിക്കുക, ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യും, വേർതിരിക്കുക. ഡ്രൈയിങ്, ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണക്കുക. അയണിങ്, അയൺ ചെയ്യാന്ന് വെച്ചാൽ തേക്കുക. ഫോൾഡിങ്, ഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ മടക്കുക. മെൻഡിങ്, മെൻഡിങ് എന്ന് വെച്ചാൽ നന്നാക്കുക, റിപ്പയർ ചെയ്യുക എന്നുള്ള മീനിങ്. ആൻഡ് ഡെലിവറി. അപ്പൊ നോക്കിയവിടെ hospital laundry service receive all the linen material from different areas. അപ്പൊ എവിടെ നോക്കിയേ, വാർഡിൽ നിന്നുള്ളത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്, OPD, അതർ ഓഫീസ് ഏരിയയിൽ നിന്നുള്ള എല്ലാ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഈ ലിനൻ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. receive all the linen material from different areas. പല ഏരിയാസിലുള്ള ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്, 4 വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, OPD, ഓഫീസ് ഏരിയ എന്നിങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലിനൻ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഇത് റിസീവ് ചെയ്യുന്നു. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അത് റിസീവ് ചെയ്യുന്നു. ആൻഡ് ദെൻ വേർ ദേ അണ്ടർഗോയിങ് പ്രോസസ്, അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ലോണ്ടറി ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രോസസ്സാണ് പ്രോസസ് ഓഫ് സോർട്ടിങ്. എന്ത് ചെയ്യുന്നു, അതിനെ ഓരോന്നിനെ തരംതിരിക്കും. അതാ പറഞ്ഞേ, ഇപ്പൊ നമ്മള് ഫ്ലൂയിഡിന്റെ അംശമുണ്ട്, ബ്ലഡിന്റെ അംശമുള്ളത്, അല്ലെങ്കിൽ യൂറിന്റെ ഇതൊക്കെ ഉള്ളത്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേറെ, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുന്നു, അവര് ബെഡ്ഷീറ്റുകള് അല്ലെങ്കിൽ കവറുകള്, ലാബ് കോട്ടുകള്, അങ്ങനെ ഓരോന്നും സോർട്ട് ചെയ്യും. ആദ്യം തന്നെ തരംതിരിക്കും. പിന്നെ വാഷിംഗ്, അത് വാഷ് ചെയ്യും. എക്സ്ട്രാക്റ്റിംഗ്, അത് വേർതിരിച്ചെടുക്കും. ഡ്രൈയിങ്, അത് ഉണക്കും. അയണിങ്, അയൺ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യും, അത് മടക്കും. പിന്നെ മെൻറ്റിങ്, അതെന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിലൊക്കെ അത് നന്നാക്കും. പിന്നെ ഡെലിവറി നടത്തും. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് നടത്തുന്നത്. ഇൻ ദി കേസ് ഓഫ് ലിനൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. തുണിയുടെ കാര്യത്തില് എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അത് കീറിപ്പോകാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ അതൊക്കെ വിടാതെയൊക്കെ ആയിട്ടാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ശ്രദ്ധ വേണം എന്നാ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ലിനൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. ലിനന്റെ കാര്യത്തില്, തുണിയുടെ കാര്യത്തില് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് പേഷ്യന്റ് ഇടുന്ന ഡ്രസ്സ് നീറ്റ് ആയിരിക്കണം, അവർ കിടക്കുന്ന സ്ഥലം, എൻവയോൺമെന്റ് അത് നീറ്റ് ആയിരിക്കണം. ഇതൊക്കെ നമ്മുടെ ആ ഡിസീസ് പെട്ടെന്ന് മാറാനായിട്ട് ഒക്കെ സഹായിക്കും. അല്ലെ, നമ്മളിപ്പോ ഒരു പനി വന്ന് മാറിക്കഴിയുമ്പോ നമ്മളെ വീട്ടില് ബെഡ്ഷീറ്റും, അവർ കിടന്ന ബെഡ്ഷീറ്റും, തലയണ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് അലക്കി വൃത്തിയാക്കാറില്ലേ? പിന്നെയും നമ്മൾ അത് തന്നെ യൂസ് ചെയ്യൂല, അല്ലെ? എന്നുവെച്ചാൽ വീണ്ടും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പനിയൊക്കെ വന്ന് മാറിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ്, തലയണ ഇതൊക്കെ മാറ്റി എല്ലാം പുതിയത് നമ്മൾ അലക്കി ഇതാക്കിയൊക്കെ ഇടും. അല്ലെങ്കിലും ആഴ്ചയിലെ 2-3 ദിവസം നമ്മൾ ബെഡ്ഷീറ്റും ഇതൊക്കെ നമ്മൾ അലക്കണം. ഓക്കെ, നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനിൽ നിന്നൊക്കെ അത് വരാനുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ് ലോണ്ടറി ആൻഡ് ലിനൻ. ഓക്കെ, ഇനി ഇവിടെ തന്നേക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് തന്നെയൊക്കെ വരുന്നത് 3 പോയിന്റ്സ് ആക്കി തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്: the purpose of this department is to provide adequate clean material to the patient and the personnel while ensuring that hygienic conditions are maintained in the process. Okay, the purpose of this department, ഈ ലോണ്ടറി ലിനൻ സർവീസ്, അതിന്റെ എന്താ ഒരു പർപ്പസ് എന്താ? to provide the adequate clean material to the patient and personnel. പേഷ്യന്റിനും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്, പേഴ്സണൽസ്, സ്റ്റാഫിനും ഒക്കെ ക്ലീൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം, പർപ്പസ്. ആൻഡ് വൈൽ എൻഷുറിങ്, അതെങ്ങനെയാ? വൈൽ എൻഷുറിങ് ദാറ്റ് ഹൈജീനിക് കണ്ടീഷൻസ് ആർ മെയിൻറ്റെയിൻ ഇൻ ദ പ്രോസസ്. അവിടെ എങ്ങനെയാ? ഹൈജീനിക് കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പേഷ്യന്റിനും അവിടുത്തെ സ്റ്റാഫിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ക്ലീനിങ് മെറ്റീരിയൽ, ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക.
എന്നുള്ളതാണ് ലോണ്ടറി ലിനൻ സർവീസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന പർപ്പസ്. The main objectives of the departments are the following. The main objectives are പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് പറയാണ്. അത് 3 ഇതാണ്. ഇതിനകത്ത് ചോദിക്കാം which of the following is included in the objectives of laundry and linen service. 3 ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നേക്കുന്ന ലക്ഷ്യങ്ങള്. ഫസ്റ്റ് നോക്കിയേ, to retain a comfortable and safe environment for the patient, staff and visitors. പേഷ്യന്റിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഓക്കെ, ക്ലിയർ അല്ല ആൻസർ? ടു റീറ്റെയിൻ എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിനും സ്റ്റാഫിനും അവരുടെ വിസിറ്റേഴ്സിനും ഒക്കെ ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു സൃഷ്ടിക്കുക, റീറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നിലനിർത്തുക. സെക്കൻഡ് പോയിന്റ്, ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ ടു വേരിയസ് റിക്വയർഡ് ഏരിയാസ് ലൈക്ക് IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD ആൻഡ് അതർ ഏരിയാസ്. പിന്നെ സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടു പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ, ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള ലിനൻ സപ്ലൈ ചെയ്യുക, ഒരു സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുക. എങ്ങോട്ടാ? ടു വേരിയസ് റിക്വയർഡ് ഏരിയാസ്. എവിടേക്കാ? IPD, IP, ഇൻപേഷ്യന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഏരിയയിലേക്ക് ഒക്കെ ഒരു ആവശ്യത്തിനുള്ള ആ ഒരു ലിനൻ, ക്ലീൻ ആയിട്ടുള്ള ലിനൻ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് പോയിന്റിൽ, ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി, ലിനന്റെ ക്വാളിറ്റി നിലനിർത്തുക. ഇത് 3 ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഓക്കെ, ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, ക്വാളിറ്റി, ലിനന്റെ ക്വാളിറ്റി നിലനിർത്തുക. ഓക്കെ, 3 പോയിന്റ്സ്. ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? കോഡ് ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണ്ട, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വായിച്ച് പറയണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത് എങ്ങനെയാന്ന് അതനുസരിച്ച് അന്നേരം ചെയ്യാം. ഇത് വായിച്ച് വെറുതെ ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ നോക്കിയേ, സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ലോണ്ടറി സർവീസ് ആർ ദ ഫോളോയിങ്. ഇതിനകത്ത് മെയിൻ ഫങ്ഷൻസ് ഇതൊക്കെ തന്നെയാണ് വീണ്ടും വരുന്നത്. ഫങ്ഷൻസിൽ നോക്കിയേ എന്തൊക്കെയാണ് ലോണ്ടറി സർവീസിന്റെ മെയിൻ ഫങ്ഷൻസ്. ഫസ്റ്റ് നോക്കിയേ, ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലുള്ള പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ളത്, അഴുക്ക് പുരണ്ട മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ലിനൻ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ്, ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സോയിൽഡ് മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ലിനൻ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, ടു ഇൻസ്പെക്ട് ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. ടു പ്രോസസ് ദ സോയിൽഡ് ലിനന്റ് വിച്ച് ഇൻക്ലൂഡ്സ്, നമ്മൾ പറഞ്ഞു തന്നെ പ്രോസസ്സിംഗ് നടത്തുക. ഓക്കെ, സോർട്ടിങ്, സ്ലൂസിങ്. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ അത് അടക്കി വെക്കുക അല്ലെങ്കിൽ തരംതിരിക്കുക. സ്ലൂസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകുക എന്നുള്ള മീനിങ് തന്നെ, കഴുകുക, വാഷിംഗ് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. സ്ലൂസിംഗ്, ഡിസ്ഇൻഫെക്റ്റിംഗ്, ഇൻഫെക്ഷൻ ഇല്ലാതെ ആക്കുക, ഡിസ്ഇൻഫെക്ഷൻ നടത്തുക. വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, ഇത് വേർതിരിച്ചെടുക്കുക. കണ്ടീഷനിങ്, ഇത് കറക്റ്റ് സ്ഥാനത്ത് അല്ലെങ്കിൽ അടക്കി വെക്കുക എന്നുള്ളത് കണ്ടീഷനിങ്. അയണിങ്, അയൺ ചെയ്യുക. പ്രസ്സിംഗ്, പ്രസ് ചെയ്യുക, അമർത്തുക. ആൻഡ് ഫോൾഡിങ്, അത് ഫോൾഡ് ചെയ്യുക, മടക്കി വെക്കുക. ഈ പ്രോസസ്സുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോയിൽഡ് ലിനൻ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നുള്ളത്. സോർട്ടിങ്, സ്ലൂസിങ്, ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്,
conditioning, ironing, pressing, and folding. The third point is to inspect and repair damaged material and to replace them. To inspect ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. And to repair damaged material, repair ചെയ്യുക. ഡാമേജ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് വന്ന മെറ്റീരിയൽസ് ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക, അതിനെ അത് റിപ്പയർ ചെയ്യുക. ആൻഡ് റീപ്ലേസ് എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യുക അതിന്. ഓക്കെ, ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ് ദം. കേടായ വസ്തുക്കൾ പരിശോധിച്ച് നന്നാക്കും, പിന്നെ അതുപോലെ തന്നെ അത് റീപ്ലേസ് ചെയ്യുക, അത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ, to distribute clean linen to the respective user department as needed. To distribute clean linen, clean ആക്കിയ, അതെന്ന് ക്ലീൻ ആക്കിയ ലിനൻ, നമ്മൾ വാഷ് ഒക്കെ ചെയ്ത് പ്രോപ്പർ ആയിട്ട് അയൺ ഒക്കെ ചെയ്തെല്ലാം വൃത്തിയാക്കിയ ആ ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അതനുയോജ്യമായിട്ടുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ നീഡ് അനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഫിഫ്ത് പോയിന്റ്, ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ടു മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ്, വിവര പട്ടികകൾ, ആൻഡ് പ്രോസസ്ഡ് ലിനൻ, ലിനൻ പ്രോസസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻവെന്ററീസുകളൊക്കെ, വിവര പട്ടികകൾ, അതൊക്കെ കൺട്രോൾ ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. നെക്സ്റ്റ്, സിക്സ്ത് പോയിന്റ്, റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്താവുന്നതാണത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ വിവിധ തരത്തിലുള്ള രജിസ്റ്ററുകൾ നിലനിർത്തുക അല്ലെങ്കിൽ സൂക്ഷിക്കുക, റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇൻ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിൽ ലോണ്ടറി ലിനനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന രജിസ്റ്ററുകൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എത്ര പറഞ്ഞു, 6 പോയിന്റ്സ്. ഈ 6 പോയിന്റ്സും ആണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലോട്ടറി സർവീസിന്റെ മെയിൻ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത് 6 പോയിന്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കി. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നെ നമുക്ക് വായിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാവുന്ന പോയിന്റ്സുകളേ ഉള്ളൂ. ഓക്കെ, ആർക്കും ഇല്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ. ഓക്കെ, സഫീറ തമ്പ് ചെയ്തിട്ടുണ്ട്, മേഘ തമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസീല, ബിനോയി, ഓക്കെ, ഫസ്ന. ഓക്കെ ഓക്കെ, ഞാൻ പറയില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾ ഇത്രയും ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കി, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. ടെക്നിക്കൽ ഫങ്ഷൻസ്, സാങ്കേതിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമാണ്. ഡിറ്റർമിനിങ്, അവിടെ ഒന്ന് ഇത് എഴുതിക്കുക, ഡിറ്റർമിനിങ് ആക്കാം, DETERMING, determining, determining the type of linen to be purchased. ഏത് തരത്തിലുള്ള ലിനൻ ആണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. The quality of the material in stock, മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി, സ്റ്റോക്കിലുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്, ആ സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി നോക്കുക, എക്സെട്ര. ഇതെല്ലാം റിക്വയർമെന്റ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയാസ്. And the hospital need to provide the sufficient quantity of linen for circulation as well as
റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്. ഇവിടെ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിലെ പല മേഖലകളിലും ഇത് എന്താണ് ലിനന്റെ ആവശ്യകത വ്യത്യാസപ്പെടും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. ഇപ്പൊ ലിനന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ പല ഏരിയാസിൽ എന്ത് ചെയ്യാ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടാതെ നമുക്ക് ഈ സർക്കുലേഷൻ എന്നുവെച്ചാൽ ഇതിപ്പോ എങ്ങനെയാ നമ്മളത് കളക്ട് ചെയ്യുന്നു, അത് വാഷ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, പിന്നെ അവിടെ കൊണ്ടുവന്ന് അത് വിരിക്കുന്നു. പിന്നെയും അത് ചീത്തയായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ഒരു കോൺസ്റ്റന്റ് സപ്ലൈ പറഞ്ഞേക്കുന്നത് 1-2 ദിവസങ്ങളിലാണെങ്കിൽ അത് പിന്നെയും എടുക്കുന്നു, വാഷ് ചെയ്യുന്നു. അങ്ങനെ ഒരു സർക്കുലേഷൻ, അതിന്റെ ഒരു സർക്കുലേഷൻ കൂടി ആവശ്യമായിട്ടുള്ള അളവില് ഈ ഹോസ്പിറ്റലില് ലിനൻ നൽകേണ്ടത് അത്യാവശ്യമാണ്. The requirement for linen vary in various area and the hospital needs to provide sufficient quantity of linen. Sufficient ആയിട്ടുള്ള അളവില് ആ ക്വാണ്ടിറ്റിയില് ലിനൻ സപ്ലൈ ചെയ്യാണ് of linen for circulation as well as rest period in storage. Okay. ഇനി അടുത്തത് ലൊക്കേഷൻ ആണ്. Laundry and linen service in the location. The laundry should be located in the area that has sufficient daylight and natural ventilation. Underline ചെയ്തിട്ടോ കേട്ടോ. എങ്ങനെയുള്ള ഏരിയയിലായിരിക്കണം. ഇപ്പൊ ഈ തുണിയൊക്കെ അലക്കി കഴുകിയൊക്കെ ഉണക്കാനൊക്കെ ആവശ്യത്തിന് ലൈറ്റ് കിട്ടണം. അപ്പൊ എങ്ങനെയൊക്കെ ഒരു ഏരിയ ആയിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യത്തിന് ലൈറ്റ് കിട്ടുന്നത്. ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ നമ്മള് ഇപ്പൊ എന്താ പറയുക നല്ല വെന്റിലേഷൻ, വായു സഞ്ചാരമൊക്കെ കാറ്റ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഉണങ്ങാനൊക്കെ ആയിട്ട് സഫിഷ്യന്റ് വെന്റിലേഷൻ കിട്ടുന്നതും ഡേലൈറ്റ് കിട്ടുന്നതും ആയിട്ട് നല്ല ലൈറ്റ് കിട്ടുന്നതിനും ഉള്ള ഒരു ഏരിയയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. The laundry should be located in the area. ഈ ഡിപ്പാർട്ട്മെന്റ് laundry department should be located in the area that has sufficient daylight and natural ventilation. എന്ത് വേണം? ലൈറ്റ് വേണം, അതുപോലെ തന്നെ വെന്റിലേഷനും വേണം. Typically it should be on the ground floor. Underline ചെയ്തിട്ടോ. Laundry department should be located on the ground floor. ഇവിടെ ആയിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. Okay. Typically it should be on the ground floor of an isolated building situated next to or adjacent to water and power plant away from the main service area. ഇത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും കുറച്ച് അത് അഡ്ജസ്റ്റന്റ് ഏരിയ എന്ന് പറയാം, കുറച്ച് നീങ്ങിയിട്ട് അതിൽ നിന്നും ഒരു മെയിൻ അഡ്ജസ്റ്റന്റ് ഏരിയയിൽ നിന്നും കുറച്ചും കൂടി നീങ്ങി ഒരു ഐസൊലേറ്റഡ് ബിൽഡിംഗ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം. മെയിൻ സർവീസ് ഏരിയ കൊണ്ടുവന്ന് ഈ അലക്കൽ കഴുകൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും വെക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ? ആസ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ്, ഒരു ഒറ്റപ്പെട്ട ഒരു ബിൽഡിംഗ് ആയിരിക്കണം. സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ഓർ അഡ്ജസ്റ്റഡ് ടു. പിന്നെ എന്ത് വേണം? അവിടെ വാട്ടർ വേണം, ഇത് കഴുകാൻ ആവശ്യത്തിനുള്ള വാട്ടർ സപ്ലൈ, പവറും അതിന് വേണ്ട പവറും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സർവീസ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു ബിൽഡിംഗ് ആയിരിക്കണം അവിടെ ഗ്രൗണ്ട് ഫ്ലോറില്. ഇത്രയാണ് ഇന്നത്തെ ലൊക്കേഷനിൽ വരുന്നത്. ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ, ഐസൊലേറ്റഡ് ബിൽഡിംഗ് ആയിരിക്കണം, അഡ്ജസന്റ് ടു വാട്ടർ ഓർ പവർ പ്ലാന്റ് എവേ, വാട്ടർ അതുപോലെ തന്നെ പവർ സപ്ലൈ ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം. മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് കുറച്ച് നീങ്ങിയായിരിക്കണം. ഓക്കെ. The department should be situated close to the elevators and must permit easy movement of the linen to different area. The department should be located close to the elevator. Elevator എന്ന് പറഞ്ഞാൽ എന്താ? ലിഫ്റ്റ്. ഇത് നമ്മൾ അലക്കിയ തുണികളൊക്കെ നമുക്ക് തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? എന്തോരം തുണികളുണ്ട്. ഓരോ ദിവസം നമ്മൾ പല ഒരു ഹോസ്പിറ്റലിൽ, ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ നോക്കിയാൽ ഓരോ റൂമിൽ തന്നെ ഉണ്ടാവും ഇത്. അപ്പൊ ഇങ്ങനെ ഒരു ബൾക്കായിട്ടാണ് അവിടെ കളക്ട് ചെയ്യുന്നതും അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ളത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് തൊട്ടടുത്ത് എന്തുണ്ടായിരിക്കണം? ലിഫ്റ്റ് ഉണ്ടായിരിക്കണം. It should be situated close to the elevator. എലിവേറ്ററിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം. അപ്പൊ നേരെ അവിടെ വരെ കൊണ്ടുവന്നാൽ മതി. അത് നമ്മൾ ഏത് ഓരോ ഫ്ലോറിലേക്കും ഒക്കെ നമുക്ക് ആ ലിഫ്റ്റിൽ കൂടെ അല്ലെങ്കിൽ എലിവേറ്ററിന്റെ സഹായത്തോടു കൂടി കൊണ്ടുപോകാം. ഓക്കെ. എന്ത് ചെയ്യണം? എലിവേറ്ററിനോട് അടുത്തായിരിക്കണം. ആൻഡ് മസ്റ്റ് പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് ലിനൻ ടു ഡിഫറെന്റ് ഏരിയ. ഇതിനു വേണ്ടി അങ്ങനെ
ഈസി ആയിട്ട് പല ഡിഫറെന്റ് പല ഏരിയയിലേക്ക് ലിനൻ ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എലിവേറ്ററിനോട് അടുത്തായിരിക്കണം. ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക് which mainly include disinfection and infection control of normally stained linen as well as infected linen. ഇനി എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജ് പല ഐറ്റംസുകളും പല കാര്യങ്ങളും അതിന്റെ കീഴിൽ വരുന്നതാണ്. ലോണ്ടറി ലിനന്റെ കീഴിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഐറ്റം ആൻഡ് ടാസ്ക് പല ടാസ്കുകളും ഇതിന്റെ കീഴിൽ മാനേജ് ചെയ്യുന്നുണ്ട്, കീഴിൽ വരുന്നുണ്ട്. അതിനകത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. എങ്ങനെയാ? നോർമലി സ്റ്റെയിൻഡ് ലിനൻ ആസ് വെൽ ആസ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ എന്നിവയൊക്കെ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, there should be separate infection area from the reception area. ഇവിടെ എങ്ങനെ വേണമെന്ന് പറഞ്ഞേക്കുന്നത്? ഒരു റിസപ്ഷൻ ഏരിയ നിന്ന് എന്താണ് സെപ്പറേറ്റ് ഇൻഫെക്ഷൻ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. There should be separate infection area from the reception area. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം. There should be sufficient power. ആവശ്യത്തിനുള്ള പവർ വേണം. Sufficient quantity of steam. അത് ശരിയായ അളവിലുള്ള സ്റ്റീം വേണം. As well as കറക്റ്റ് ടെമ്പറേച്ചർ വേണം. ഈ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. Sufficient power, sufficient quantity of steam as well as the correct temperature. Okay, ഇതാണ് അലോക്കേഷൻ ആൻഡ് ഡിസൈൻ എന്നുള്ളതിൽ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് പറയണം. പിന്നെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം എന്ന് പറഞ്ഞു. എലിവേറ്ററിനോട് ചേർന്നായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പ്രധാനമായിട്ടും സ്റ്റെയിൻഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ എന്നിവയൊക്കെ ഡിസിൻഫെക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ടാസ്ക്. പിന്നെ അത് റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ there should be a sufficient power, sufficient quantity of steam, correct temperature. ഇതെല്ലാം നിലനിർത്തണം. ഓക്കെ, ക്ലിയർ ആയോ ലൊക്കേഷൻ? ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ. അത് പോയിന്റ് തന്നെയാണ്. ഇതുപോലെ പോയിന്റ് വേഗം പറയാം. ഫെസിലിറ്റി ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഇതൊക്കെയാണ് ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്സ് എന്നുള്ളതാണ് വേണ്ടത്. Okay, the basic requirements of the department includes ഏതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. The basic requirements of the department includes താഴെ തന്നിരിക്കുന്നതാണ് ഒരു ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അടിസ്ഥാന ആവശ്യങ്ങളാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു റിക്വയർമെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഡീകണ്ടാമിനേഷൻ ഏരിയ. ഫസ്റ്റ് ഏതാ വേണ്ടേ? ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. അണുവിമുക്തമാക്കുക. ഡീകണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക. അതൊക്കെ അണുവിമുക്തമാക്കാനുള്ള ഒരു ഏരിയ വേണം. ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. അത് നോക്കി, സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. കഴുകി ഡിസിൻഫെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. അപ്പൊ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീകണ്ടാമിനേഷൻ ഏരിയ. നെക്സ്റ്റ് നോക്കിയേ, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സോർട്ടിംഗ്, സ്റ്റോറിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ളത്, ബോഡി ഫ്ലൂയിഡ്സും ഇതൊക്കെ ഉള്ള വാഷ് ചെയ്യാനുള്ള മലിനമായിട്ടുള്ള ലിനനാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ ഈ സോയിൽഡ് ലിനൻ റിസീവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും അത് സ്റ്റോറിങ്ങും വരുന്നുണ്ട്, സോർട്ടിങ്ങും വരുന്നുണ്ട്. സോർട്ടിംഗ് എന്ന് വെച്ചാൽ അത് തരംതിരിക്കാനൊക്കെ ഉള്ളത്. ആൻഡ് വാഷർ ലോഡിങ് ഇങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ വേണം. ഇങ്ങനെയുള്ള സോയിൽഡ് ലിനൻ റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അത് സോർട്ട് ചെയ്യാനും വാഷർ ലോഡിങ് ചെയ്യാനും ഒക്കെ ഉള്ള വാഷ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഏരിയ വേണം അവിടെ. തേർഡ് പോയിന്റില് പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ.
അപ്പൊ എന്താണ് വാട്ടർ, സ്റ്റീം, പവർ ഇതിന്റെയൊക്കെ സപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ വേണം. വാട്ടർ ഒക്കെ അടുത്ത് തന്നെ വേണം. അലക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് വെള്ളം വേണമല്ലോ. അതുപോലെ സ്റ്റീമും അതിന് വേണ്ട പവറും അവിടെ വേണം. അനുയോജ്യമായിട്ടുള്ള പ്രൊവിഷൻസ്, ഒരു വ്യവസ്ഥ അത് വേണം. പിന്നെ അടുത്തത് ക്ലീൻ ലിനൻ പ്രോസസ്സിംഗ് റൂം. ക്ലീൻ ആയിട്ടുള്ള ലിനൻ പ്രോസസ്സിംഗ് ചെയ്യാനുള്ള ഒരു സ്ഥലം വേണം. ക്ലീൻ ആയിട്ടുള്ള ലിനൻ, അത് പിന്നെ ഓരോ പ്രോസസ്സ് ഉണ്ടോ, ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല പ്രോസസ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ക്ലീൻ ലിനൻ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു റൂം വേണം. ക്ലീൻ ലിനൻ പ്രോസസ്സിംഗ് റൂം. നെക്സ്റ്റ് ആണ് സ്റ്റാഫ് ഫെസിലിറ്റീസ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫില്ലേ, സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വേണം. സ്റ്റാഫിനെ ഇരിക്കാനും സ്റ്റാഫിന് ഉള്ള സാധനങ്ങളൊക്കെ വെക്കാനും അതൊക്കെ വേണ്ട സ്റ്റാഫ് ഫെസിലിറ്റീസ് അവിടെ അനുയോജ്യമാണ്. സ്റ്റാഫ് ഫെസിലിറ്റീസ്, സ്റ്റാഫിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അതൊക്കെ വേണം. പിന്നെ ഏരിയ ഫോർ അയണിങ്, അയൺ ചെയ്യാൻ, തേക്കാനുള്ളത്. സീയിങ്, തയ്ക്കാൻ, SEWING, സീയിങ് എന്ന് വെച്ചാൽ തയ്ക്കുക. എന്തെങ്കിലും കീറിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ആൻഡ് മെൻറ്റിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. മെൻറ്റിങ് എന്ന് വെച്ചിട്ട് പോലെ തന്നെ നമ്മൾ അടക്കി വെക്കുക, നന്നാക്കുക എന്നൊക്കെയുള്ള മീനിങ്. അതൊക്കെ തുന്നി നന്നാക്കിയൊക്കെ വെക്കാനുള്ളതും, അതുപോലെ തന്നെ ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ, ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാനുള്ള, ഉണക്കാനുള്ള ഒരു ഏരിയയും വേണം. ഏരിയ ഫോർ അയണിങ്, സീയിങ് ആൻഡ് മെൻറ്റിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. നെക്സ്റ്റ് 7th പോയിന്റില് സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം, എന്തെങ്കിലും ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് റൂമും വേണം. നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് വേണം. ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ വേണം. ഓരോന്നോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം, ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്. പിന്നെ അടുത്തത് 9th പോയിന്റ് ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ, വെക്കാനായിട്ടുള്ള ഒരു ലോക്കബിൾ സ്റ്റോർ വേണം. ലോക്കുള്ള ഒരു സ്റ്റോർ വേണം, സ്റ്റോർ ചെയ്ത് വെക്കാൻ. ലോക്കബിൾ സ്റ്റോർസ് ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ലോക്കബിൾ സ്റ്റോർ വേണം. ഇനി 10th പോയിന്റ് ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. ക്ലീൻ ആയിട്ടുള്ള, അതായത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു കൗണ്ടർ വേണം. ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. നെക്സ്റ്റ് 11th പോയിന്റ് സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്. ആ ക്ലീൻ ചെയ്യാനുള്ള ഏജൻസിന്റെ സാധനങ്ങൾ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലേസ് വേണം. പിന്നെ അതോടെ സ്റ്റോറിങ് ക്ലീൻ ലിനൻ എക്സെട്ര. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്യണം. ക്ലീൻ ലിനൻ ഒക്കെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ക്ലീനിങ് ഏജൻസ് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് പ്ലേസ് വേണം. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്, സ്റ്റോറിങ് ക്ലീനിങ് ലിനൻ എക്സെട്ര, ക്ലീൻ ലിനൻ എക്സെട്ര. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞൊക്കെ നോക്കി. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ ആൻഡ് സ്ക്യൂസർ. സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ പിഴിയാനുള്ളത്, വാഷ് ചെയ്തിട്ട് പ്രത്യേകം പിഴിയാനുള്ള ഒരു മെഷീനാണ് സ്ക്യൂസർ എന്ന് പറയുന്നത്, സ്ക്യൂസ് ചെയ്യാനുള്ളത്. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ. വാഷിംഗ് മെഷീന്, സ്ക്യൂസർ പോലുള്ള നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻസ് വെക്കാൻ ആവശ്യമുള്ള സ്പേസ് വേണം. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. ഇനി ലാസ്റ്റ് 13th പോയിന്റ് നോക്കിയേ. ഡെസ്ക്, കൗണ്ടേഴ്സ് ആൻഡ് ക്യാബിനറ്റ്സ് ടു സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റർ. ഡെസ്കുകൾ വേണം, കൗണ്ടറുകൾ വേണം, ആൻഡ് ക്യാബിനറ്റ്സ്, ക്യാബിനറ്റ് ഒക്കെ വേണം. എന്തിനു വേണ്ടിയാ? ടു സ്റ്റോർ ഫയൽ ആൻഡ് രജിസ്റ്റർ. അവിടെ ഉപയോഗിക്കുന്ന ഫയലുകൾ അതുപോലെ രജിസ്റ്ററുകള് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഡെസ്ക്, കൗണ്ടർ, ക്യാബിനറ്റ്സ് ഒക്കെ വേണം. ഓക്കെ, ഡെസ്ക്, counters and cabinets to store files and registers. ഫയലും രജിസ്റ്റേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് കൗണ്ടറുകള്, ക്യാബിനറ്റുകള്, ഡെസ്കുകള് ഒക്കെ വേണം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ
സ്പേസ് നെസസിറ്റീസ്, ബേസിക് റിക്വയർമെന്റ്സിൽ വരുന്നത്. ബേസിക് റിക്വയർമെന്റ്സ് ഫോർ ദ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ്. ഡിപ്പാർട്ട്മെന്റിന് ബേസിക് റിക്വയർമെന്റ്സ് ആയിരിക്കും. 13 പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. എല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡീകണ്ടാമിനേഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞു. പിന്നെ സോയിൽഡ് ലീനെ റിസീവ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, അത് സോർട്ട് ചെയ്യും. അതിനെ സോർട്ട് ചെയ്യാൻ, തരംതിരിക്കാൻ, വാഷർ ഒക്കെ ചെയ്യാനുള്ള പ്രത്യേക ഒരു ഏരിയ വേണം. പിന്നെ പ്രൊവിഷൻ ഓഫ് സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം, പവർ ഇതൊക്കെ സപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ അവിടെ വേണം. ക്ലീൻ ആയിട്ടുള്ള ലിനൻ പ്രോസസ് ചെയ്യാനുള്ള ഒരു റൂം വേണം. സ്റ്റാഫ് ഫെസിലിറ്റി വേണം. ഏരിയ ഫോർ അയണിങ്, സ്യൂയിങ് ആൻഡ് മെൻഡിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ വേണം. അയൺ ചെയ്യാനും തയ്ക്കാനും, തയ്ക്കാനും അത് നന്നാക്കാനും അതുപോലെ തന്നെ ക്ലോത്ത്സുകൾ ഉണക്കാനുമുള്ള ഏരിയ വേണം. പിന്നെ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം വേണം. പിന്നെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് വേണം. പിന്നെ ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കബിൾ സ്റ്റോർ വേണം. പിന്നെ ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ, ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു കൗണ്ടർ വേണം. പിന്നെ അടുത്തത് സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്, ക്ലീനിങ് ഏജൻസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോറിങ് ക്ലീൻ ലിനൻ, ക്ലീൻ ആയിട്ടുള്ള ലിനൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് പ്ലേസ് വേണം. പിന്നെ വാഷിംഗ് മെഷീന്, സ്ക്യൂസർ പോലുള്ള ഹെവി എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സ്പേസ് വേണം അവിടെ. പിന്നെ ഫയലുകളും രജിസ്റ്ററും ഒക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഡെസ്കുകൾ, അതുപോലെ കൗണ്ടേഴ്സ്, ക്യാബിനറ്റ്സ് ഒക്കെ വേണം. ഓക്കെ, പോയിന്റ്സ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി, ക്ലിയർ ആണോ എന്ന് നോക്കട്ടാ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി വീണ്ടും ഇതൊക്കെ തന്നെയാണ് അടുത്തതിൽ വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇൻ ഹോസ്പിറ്റൽ എന്നുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നിപ്പോ ഇത്രയും മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? അല്ലെ, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, അയച്ച മനസ്സിലാവുന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്താന്ന് പറഞ്ഞു. എന്താ എഴുതിയത് നമ്മള്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്നുള്ളതിന് എന്താ എഴുതിയേക്കുന്നേ? ലോണ്ടറി സർവീസ് ഈസ് responsible for providing and adequate, clean and constant supply of linen to all users. അല്ലെങ്കിൽ all user department. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ലീൻ ആയിട്ടുള്ള ലിനനൊക്കെ അത് സപ്ലൈ, കോൺസ്റ്റന്റ് സപ്ലൈ എന്നുവെച്ചാൽ നമ്മളത് സ്ഥിരമായിട്ട് അത് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ഏറ്റവും ഇതെന്താ, നമ്മൾ ഇതിന്റെ ഹൈജീനിക് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ റിസ്ക് അത് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്താ? സേഫ്, ക്ലീൻ, ആംബിൾ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് ലിനൻ ടു ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും റൈറ്റ് ടൈമിലും ശരിയായ സ്ഥലത്തും ശരിയായ സമയത്തും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും എല്ലാത്തിലും റൈറ്റ് പ്രൈസിലും ഒക്കെ എത്തിക്കുക എന്നുള്ളതാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? പിന്നെ ഒബ്ജക്റ്റീവ്സ് ആണ്. അത് 3 പോയിന്റ്സ് ആയിട്ടാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സിന് നല്ലൊരു അന്തരീക്ഷം, കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് അന്തരീക്ഷം സൃഷ്ടിക്കാം. പിന്നെ OPD, നമ്മളെ IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD, മറ്റുള്ള ഏരിയകളിലേക്ക് നമ്മൾ ലിനൻ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ, ക്വാളിറ്റി നിലനിർത്തുക. 3 ഒബ്ജക്റ്റീവ്സിലാണ്. പിന്നെ മെയിൻ ഫങ്ഷൻസ് നോക്കണം. ഫങ്ഷൻസ് 6 പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. പിന്നെ നമ്മൾ അതിനകത്ത് ലൊക്കേഷൻ പറഞ്ഞു,
ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മിക്ക ഡിപ്പാർട്ട്മെന്റ്സും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അത് നോക്കുക. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഡയലൈറ്റ്, വെന്റിലേറ്റർ ഒക്കെ കിട്ടുന്ന, വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലമായിരിക്കണം. പിന്നെ മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിരിക്കണം. മതിയായിട്ടുള്ള വാട്ടറും പവറും ഇതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലമായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ നമ്മൾ അതിനകത്ത് വരുന്നതാണ് ലൊക്കേഷനില്. പിന്നെ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. ഇത്രയും കുറച്ച് പോർഷൻ എടുത്തുള്ളൂ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിലേക്ക് നാളെ ഉണ്ടല്ലോ, ആദ്യത്തെ നാളെ നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒന്നും അല്ല, ഫ്രീ ആയിട്ട് ഒന്ന് വായിച്ചു വിടുക. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വായിപ്പിക്കാത്ത കേട്ടോ നിങ്ങളെ കൊണ്ട്. ഓക്കെ, താങ്ക് യു മാം. Thank you, Miss.